2026 ഇലക്ഷൻ ഏറ്റവും പുതിയ സർവേ ഫലം കാണുക. 2026 തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏത് മുന്നണികൾക്ക് ജയിച്ച് കയറാനാവും? രാഷ്ട്രീയ അടിയൊഴുക്കുകളിൽ ആരൊക്കെ കടപുഴകി വീഴും എന്നതിൻ്റെ ഒക്കെയുള്ള ഒരു അഭിപ്രായ സർവേയാണിത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഗ്രൗണ്ട് സീറോ നടത്തിയ അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ ഇലക്ഷൻ പോളിംഗ് സർവേകളും ഒക്കെ ഉദ്ദേശിച്ച ഫലപ്രാപ്തി നൽകുന്നവയായിരുന്നു. അതിനൊക്കെ തന്നെ വൻ സ്വീകാര്യതയും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ സർവേ ഫലങ്ങളൊക്കെ കൃത്യമായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ 2026 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ അഭിപ്രായ ക്രോഡീകരണവുമായി ഇറങ്ങിത്തിരിച്ചതും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഞെട്ടിക്കുന്ന ഈ ഫലം പുറത്തുവിടുന്നതും. മുൻപ് നമ്മൾ കാസർഗോഡ് മുതൽ ജില്ലകൾ തിരിച്ചുള്ള അസംബ്ലി മണ്ഡലത്തിലെ വിജയിക്കുന്ന മുന്നണികളുടെ കണക്കെടുപ്പിൽ UDFിൻ്റെ മുന്നേറ്റമാണ് കണ്ടത്. എങ്കിൽ ഈ സർവേയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുക. കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM LDF സ്തുതിപാഠകർ നടത്തുന്ന PR വർക്കിൻ്റെ ഭാഗമായി വരുന്ന പല നിഗമനങ്ങളും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിരിക്കലും ഭരണത്തിലെ പോരായ്മകളും CPM നേതാക്കളുടെ ജനദ്രോഹ നിലപാടുകളുമൊക്കെ ഈ അഭിപ്രായ സർവേയിൽ നിഴലിക്കുന്നതിനാലാണ് ഗ്രൗണ്ട് സീറോയ്ക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു പുതിയ സർവേ ഫലം ഇങ്ങനെ തെളിഞ്ഞു വന്നത്. നമ്മൾ ഓരോ മേഖല തിരിച്ച് കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ ആദ്യമായി മലബാർ മേഖലയിൽ ഉൾപ്പെട്ട 6 ജില്ലകളിലായി 60 സീറ്റുകളുണ്ട്. ഓരോന്നായി നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ല 5 നിയമസഭാ മണ്ഡലമാണ് ഇവിടെയുള്ളത്. 2021 LDF 3ഉം UDF 2ഉം NDA 0 എന്നതായിരുന്നുവെങ്കിൽ 2026 ആകുമ്പോൾ പുതിയ സർവേ പ്രകാരം LDF 1ലേക്ക് ചുരുങ്ങുകയും UDF 4ലേക്ക് ഉയരുകയും ചെയ്യുമെന്നുള്ളതാണ്. BJPക്ക് സ്വാധീനമുള്ള മേഖല ആണെങ്കിലും NDAയ്ക്ക് അവിടെ ഒരു അനക്കവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് കണക്കുകൂട്ടൽ. കണ്ണൂർ ജില്ല എടുത്താൽ LDF അവിടെ 9 സീറ്റും UDF വെറും 2 സീറ്റിലേക്കും NDA 0 സീറ്റും എന്നതാണ് കണക്കുകൾ 2021 കാണിക്കുന്നത്. എങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF 4 സീറ്റിലേക്ക് ഒതുങ്ങുകയും UDF അവിടെ 7 സീറ്റിലേക്ക് വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെയും NDAയ്ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല. ഇനി വയനാട് ജില്ലയിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. ആ 3 മണ്ഡലങ്ങളും UDF ഇത്തവണ നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ ഇവിടെ UDFന് 2 സീറ്റുകൾ ഉണ്ട്. ഇവിടെയും BJP 0 തന്നെ തുടരുകയാണ്. പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇവിടെ UDFന് കഴിഞ്ഞ തവണ അത്ര നല്ല സ്ഥിതി ആയിരുന്നില്ല എങ്കിൽ ഇത്തവണ അത് മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. 2026 9 സീറ്റുകൾ UDF നേടി കുതിക്കുമെന്നും LDF 4 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നുമാണ് കണക്കുകൾ പറയുന്നത്. BJPക്ക് ഇവിടെയും ഒരു മാറ്റവും സംഭവിക്കില്ല. 0 തന്നെ നിലനിൽക്കും. മലപ്പുറം ജില്ല ഏറ്റവും വലിയ ജില്ല എന്നതിനാൽ തന്നെ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് തിരഞ്ഞെടുപ്പിലും UDFന് നിർണായക സംഭാവന ചെയ്യുന്ന ജില്ല കൂടിയാണെന്ന് ഓർക്കണം. മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ സ്വാധീന ജില്ലയായതുകൊണ്ട് തന്നെയാണ് UDFന്റെ ശക്തി കേന്ദ്രമായി മാറുന്നതും. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച നിലമ്പൂർ മണ്ഡലം അടക്കം 13 സീറ്റുകൾ UDF നേടുകയും വെറും 3 സീറ്റുകളിലേക്ക് മാത്രം LDF എത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത്. BJPയുടെ സ്ഥിതി പതിവ് പോലെ തന്നെ 0 തന്നെ ഇവിടെ നിലനിൽക്കും. പാലക്കാട് ജില്ല മലബാറിൽ ബാക്കിയുള്ള ജില്ലയാണ് പാലക്കാട്. ഇവിടെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റുകളും
ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. 2 സീറ്റ് മാത്രമാണ് ഇവിടെ UDFിനുള്ളത്. എന്നാൽ 2026-ൽ UDFിന് ഇവിടെ നേട്ടമുണ്ടാക്കാതിരിക്കാൻ കഴിയില്ല എന്നതിനാൽ ഇവിടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു UDF ഇവിടെ 5 സീറ്റിലേക്ക് വളരും. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ 8-ൽ നിന്ന് 7-ലേക്ക് ലോപിക്കുകയും ചെയ്യും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 60 സീറ്റിൽ കഴിഞ്ഞ തവണ LDF 39 സീറ്റ് നേടുകയും UDF 21 സീറ്റിലായിരുന്നുവെങ്കിൽ അടുത്ത വർഷം അത് UDF 40-41 എന്ന നിലയിലേക്ക് വളരുകയും LDF വെറും 18-19 എന്ന നിലയിലേക്ക് താഴുകയും ചെയ്യുന്ന അവസ്ഥയാണ്. UDFിൻ്റെ ഒരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ കാണാം നമുക്ക്. BJPക്ക് ഇവിടെ ഒരു കരിയില പോലും അനക്കാൻ പറ്റാത്ത, ത്രാണിയില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. മധ്യകേരളത്തിലേക്ക് കടന്നാൽ തൃശ്ശൂർ മുതൽ കോട്ടയം വരെ 41 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിർണായകമായ മുന്നേറ്റങ്ങളാണ് എക്കാലത്തും UDFിനെ അധികാരത്തിലെത്തിക്കാൻ ഘടകമായിട്ടുള്ളത്. ആദ്യമായി തൃശ്ശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021-ൽ LDF 12-ഉം UDF 1-ഉമായിരുന്നു. കഴിഞ്ഞ തവണ UDFിന് ഒരു കനത്ത തിരിച്ചടിയാണ് തൃശ്ശൂർ നൽകിയത്. എന്നാൽ ഇത്തവണ 1 എന്നുള്ളത് 3 സീറ്റാക്കി UDF ഉയർത്തുകയും LDF 10-ലേക്ക് നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. ഇവിടെ BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് ഉണ്ട് എന്നതിനാൽ BJP ഇവിടെ ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്നത് ഏറെ നിർണായകവുമാണ്. എറണാകുളം ജില്ല മലപ്പുറം പോലെ തന്നെ UDF സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. 14 നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF 5-ഉം UDF 9-ഉം BJP 0-ഉമായിരുന്നെങ്കിൽ ഇത്തവണ LDF 4-ലേക്ക് ചുരുങ്ങുകയും UDF 10-ലേക്ക് വളരുകയും ചെയ്യും. ഇവിടെയും BJPയുടെ ഒരു മുൻതൂക്കം ഭീഷണി തന്നെ നിലനിൽക്കുന്നതാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ എറണാകുളത്തെ ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യം വെച്ച് BJP നടത്തുന്ന നീക്കങ്ങൾ ഒരു പരിധിവരെ അവർക്കൊരു നിലനിൽപ്പിന് വഴിവെച്ചിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDF നേടുകയും UDF 1-ൽ ഒതുങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ LDF 3-ലും UDF 2-ഉമാകും. കോട്ടയം ജില്ല. ഇനി കോട്ടയത്തേക്ക് വന്നാൽ അവിടെ 9 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ LDFന് 5-ഉം UDFന് 4-ഉം എന്ന നിലയിലായിരുന്നുവെങ്കിൽ 2026-ൽ LDF 4-ലേക്ക് ചുരുങ്ങുകയും UDF ഒരു സീറ്റ് കൂടുതൽ പിടിച്ച് 5-ലേക്ക് ഉയരുകയും ചെയ്യും. മധ്യകേരളത്തിൽ കഴിഞ്ഞ തവണ LDF 26-ഉം UDF 15-ഉം സീറ്റുകളിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് UDF 20-ആയി ഉയർത്തുകയും LDF 21-ലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ 4 ജില്ലകളിലായി 39 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ ഇതിൽ 34 LDFും UDF 5-ഉം BJP 0-ഉമായിരുന്നു കണക്കുകൾ. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റിൽ 8 സീറ്റും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും UDFന് 1 കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. എന്നാൽ 2026-ൽ 6-ലേക്ക് LDF ചുരുങ്ങുകയും UDF 3 സീറ്റുകൾ പിടിക്കുന്നതായുമാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 5-ഉം LDF ജയിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ UDF ഇവിടെ 2 സീറ്റ് നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ ഇവിടെ 11 നിയമസഭാ മണ്ഡലത്തിൽ 9 സീറ്റ് ഇപ്പോൾ LDFിൻ്റെ കയ്യിലുണ്ട്. 2 സീറ്റ് മാത്രമാണ് UDFിൻ്റെ കൈകളിലുള്ളത്. എങ്കിലും UDF 2-ൽ നിന്നും 4 സീറ്റിലേക്ക് വളരുകയും LDF 7 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൊല്ലത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണുക.
തിരുവനന്തപുരത്തേക്ക് വന്നാൽ 14 മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ 14-ൽ 13 LDF വിജയിച്ചപ്പോൾ 1 മാത്രമാണ് UDFന് കിട്ടിയിരുന്നത്. എന്നാൽ ആ ആധിപത്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF കാഴ്ചവെക്കാൻ സാധ്യതയില്ല എന്നാണ് തെളിഞ്ഞു വരുന്നത്. ഇവിടെ LDF 8 സീറ്റിലേക്ക് വഴുതി വീഴുകയും UDF പഴയ 1-ൽ നിന്ന് 6 സീറ്റിലേക്ക് ഉയരുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവികാരം മുൻനിർത്തിയാണ് ഈ സർവേ ഫലം പൂർത്തീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും CPMൻ്റെയും നേതാക്കളുടെയും പ്രസ്താവനകളും അവരുടെ നിലപാടുകളൊക്കെയും അതിലുപരി സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിൻ്റെ നടപടികളും മനസ്സിലാക്കിയുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ് ഈ സർവേയിൽ പൊതുവെ പ്രകടമായത്. എന്തു തന്നെയായാലും 2 ഘട്ടങ്ങളിലായി LDFൻ്റെ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനത ഒരു ഭരണമാറ്റത്തിനായി ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു. ടീം UDF വരും, കേരളം മാറും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.